ഞാനിതാ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഒരു ഡസ്കി ബ്രൗൺ മീഡിയം സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആയി പോകുന്ന ഒരു ലോങ് ലാസ്റ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഇത്. ഷുഗർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷെയ്ഡ് നമ്പർ 14 കഫൈൻ ബാൻഡിറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ലിക്വിഡിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നൈക്കയുടെ ചൈ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം ഡസ്കി ഡാർക്ക് സ്കിൻ ടോണിനൊക്കെ സൂപ്പറായിട്ട് മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും മാച്ചായി പോകുന്ന 2 അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് രണ്ടും. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട സാധനമാണ് ഒരു ലിപ് ലൈനർ. ഈ ലിപ് ലൈനറും കൂടി വരുമ്പോഴാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടുക. ഇത് ഞാൻ എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ബെറി റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് ലിപ് ലൈനർ ആയിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് ലിപ്സ്റ്റിക് പോലെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്. ഒരു മേക്കപ്പ് ഞാനിപ്പോൾ ഫേസിൽ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ലിപ്സ് രണ്ടും 2 ഷെയ്ഡാണ് കേട്ടോ. അപ്പർ ലിപ്സ് കുറച്ച് ഡാർക്കും ലോവർ ലിപ്സ് ഭയങ്കര ലൈറ്റും, രണ്ടും 2 ഷെയ്ഡാണ്. ആദ്യം ഞാൻ ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലിപ്പ് ലൈൻ ചെയ്യാണ്. നമ്മൾ ഒരു ചെറിയ സ്മൈലി ഫേസ് ആയിട്ട് പിടിച്ചിട്ട് വേണം ലിപ്പ് ലൈൻ ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് ആ ഒരു പെർഫെക്റ്റ് ഫിനിഷിൽ നമുക്ക് കിട്ടും. അങ്ങനെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും നന്നായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം. എന്നിട്ട് വേണം നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ. ചില ആൾക്കാർ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ്പ് ലൈൻ ചെയ്യണവരുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എപ്പോഴും ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പൊതുവെ എനിക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇഷ്ടമല്ല, കാരണം അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇത് അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ ഈ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ വരുന്നത്. ഒട്ടും പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡായി മാറുന്നുണ്ട് ലിപ്സിൽ. കണ്ടോ, ഇപ്പോൾ തന്നെ എന്തൊരു അടിപൊളി കളറാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിപ്സ് നല്ല പിഗ്മെൻ്റ് ആവാതിരിക്കാൻ കുറച്ച് നല്ല ബ്രാൻഡ്സിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. പൈസ കുറവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വേറെ തന്നെ ആയിരിക്കും. കണ്ടോ, ഞാൻ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒരു നാച്ചുറൽ ലുക്കില്ലേ, ഒട്ടും ഓവറല്ല. നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ധൈര്യമായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. ഡയറക്റ്റ് ഒരു സ്റ്റോറിലൊക്കെ പോയിട്ട് ഈ ഷെയ്ഡ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളി ഷെയ്ഡല്ലേ. നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതിയിട്ട് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നല്ല ഓയിലി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആ സമയത്ത് ലിപ്സിൻ്റെ ഉള്ളിലത്തെ പോർഷനിൽ നിന്ന് കുറച്ച് റിമൂവ് ആയിട്ടുണ്ടായി കേട്ടോ. അതല്ലാണ്ട് ബാക്കി എവിടെയും ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലിപ്സിൽ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സെറ്റാണ് കേട്ടോ. ഞാനൊരു 2 മണിയാവുന്ന സമയത്താണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ടൈം 8 മണിയായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ലിപ്സിൽ കണ്ടോ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സൂപ്പറായിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത്. പിന്നെ അത് എൻ്റെ കയ്യിൽ ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവരെ എൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്.